ഒരു വാക്കുപോലും പറയാതെ ആരെങ്കിലും നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കെപ്പോഴെങ്കിലും ഒരു വിചിത്രമായ ആകർഷണം തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയമിടിപ്പ് അല്പം വേഗത്തിലായതായി തോന്നിയിട്ടുണ്ടോ? സമയം മന്ദഗതിയിലായതായി തോന്നിയിട്ടുണ്ടോ? ഒരു നിമിഷത്തേക്ക് ലോകം ചെറുതായി തോന്നിയിട്ടുണ്ടോ? ഇത് ഭാവനയല്ല, ഇത് യാദൃശ്ചികമല്ല, ഇത് ശാസ്ത്രമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ചിന്തകർ മനസ്സിലാക്കിയ ഒന്നാണിത്. ഇന്ന് നമ്മൾ നേത്രസമ്പർക്കത്തിനും ആകർഷണത്തിനും പിന്നിലെ ശാസ്ത്രം, ആധുനിക ഗവേഷണം എന്താണ് പറയുന്നത്? വാത്സ്യായനൻ ഈ നിശബ്ദ ബന്ധത്തെ പ്രതീകാത്മകമായി എങ്ങനെ മനസ്സിലാക്കിയെന്നതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുന്നു. കണ്ണുകൾ വൈകാരിക അടുപ്പം സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ട്? സ്പർശനമില്ലാതെ പോലും ഒരാൾക്ക് അടുപ്പം തോന്നുന്നത് എന്തുകൊണ്ട്? നേത്രസമ്പർക്കം ഒഴിവാക്കുന്നത് ചിലപ്പോൾ ആകർഷണത്തെ തൽക്ഷണം ഇല്ലാതാക്കുന്നത് എന്തുകൊണ്ട്? നമുക്കിത് ശാന്തമായും വ്യക്തമായും ശാസ്ത്രീയമായും ആഴത്തിൽ മനസ്സിലാക്കാം. നമസ്കാരം, ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ആദ്യമായി നേത്രസമ്പർക്കത്തെക്കുറിച്ച് ആധുനിക ശാസ്ത്രം പറയുന്നത് എന്താണെന്ന് നോക്കാം. മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ മനുഷ്യർ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ വാക്കേതര സിഗ്നലുകളിൽ ഒന്നാണ് നേത്രസമ്പർക്കം. രണ്ടുപേർ സൗമ്യമായ നേത്രസമ്പർക്കം നിലനിർത്തുമ്പോൾ വൈകാരിക ബന്ധവും വിശ്വാസവുമായി ബന്ധപ്പെട്ട മേഖലകളെയും മസ്തിഷ്കം സജീവമാക്കുന്നു. ഗവേഷണങ്ങൾ കാണിക്കുന്നത് നേത്രസമ്പർക്കം ആകർഷണവും പ്രതിഫലവുമായി ബന്ധപ്പെട്ട ഡോപ്പമൈൻ വർദ്ധിപ്പിക്കുന്നു, ബോണ്ടിംഗ് ഹോർമോണായ ഓക്സിറ്റോസിൻ ഉത്തേജിപ്പിക്കുന്നു, ഇടപെടലുകൾ കൂടുതൽ വ്യക്തിപരവും അർത്ഥവത്തായതുമാക്കുന്നു. അതുകൊണ്ടാണ് നേത്രസമ്പർക്കം ഒരാളുടെ മുഖം കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി തോന്നുന്നത്. നിങ്ങളുടെ മസ്തിഷ്കം ഇതിനെ ഈ വ്യക്തി എന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. രണ്ടാമതായി, കണ്ണുകളുടെ സമ്പർക്കം മൂലം അടുപ്പം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ആരെങ്കിലും നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ ഉണർന്നിരിക്കും. നിങ്ങൾക്ക് അവരുടെ വികാരങ്ങൾ, അവരുടെ ഉദ്ദേശ്യങ്ങൾ, അവരുടെ സാന്നിധ്യം എന്നിവയെക്കുറിച്ച് ബോധമുണ്ടാകും. ഇത് മാനസികമായ ഒരു അടുപ്പം സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് ദീർഘവും ശാന്തവുമായ നേത്രസമ്പർക്കത്തിൽ ഊഷ്മളത, അല്പം തീവ്രത, വൈകാരികമായി ഊർജ്ജസ്വലത എന്നിവ അനുഭവപ്പെടുന്നത്. ഇത് തുറച്ചു നോക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്, സമ്മർദ്ദമില്ലാതെ ശ്രദ്ധ നേടുന്നതിനെക്കുറിച്ചാണ്. നോട്ടം സ്വാഭാവികവും ശാന്തവുമാണെന്ന് തോന്നിയാൽ കുറച്ചു നിമിഷങ്ങൾക്ക് പോലും ആകർഷണം സൃഷ്ടിക്കാൻ കഴിയും. മൂന്നാമതായി, അനുകരണത്തിന്റെ പ്രതിഫലനം. വൈകാരിക അനുകരണം എന്ന് വിളിക്കപ്പെടുന്ന ഒന്നിനെക്കുറിച്ചും ശാസ്ത്രം സംസാരിക്കുന്നു. രണ്ടുപേർ കണ്ണിൽ നോക്കുമ്പോൾ അവരുടെ ശ്വസനം സമന്വയിപ്പിക്കാൻ കഴിയും. മുഖപേശികൾ സൂക്ഷ്മമായി പൊരുത്തപ്പെടുന്നു. വൈകാരിക അവസ്ഥകൾ ഒത്തുചേരാൻ തുടങ്ങുന്നു. ഇതുകൊണ്ടാണ് നേത്രസമ്പർക്കം പലപ്പോഴും നമ്മൾ ഒരേ തരംഗദൈർഘ്യത്തിലാണ് എന്ന വിധത്തിൽ തോന്നുന്നത്. ഇത് മാന്ത്രികമല്ല, ഒരു ബന്ധത്തോട് പ്രതികരിക്കുന്ന നാഡീവ്യവസ്ഥയാണ്. നാലാമതായി, വാത്സ്യായനന്റെ പ്രതീകാത്മക വീക്ഷണത്തെക്കുറിച്ച് പരിശോധിക്കാം. ആധുനിക മനഃശാസ്ത്രത്തിനും വളരെ മുമ്പ് തന്നെ വാത്സ്യായനൻ ആകർഷണത്തെ നിശബ്ദമായി ആരംഭിക്കുന്ന ഒന്നായി വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രതീകാത്മക ധാരണയിൽ കണ്ണുകളെ ഉദ്ദേശ്യത്തിന്റെ കവാടമായി കണ്ടു. ഇത് ആഗ്രഹമല്ല, പ്രവർത്തനമല്ല, എന്നാൽ അവബോധമാണ്. ഈ വീക്ഷണമനുസരിച്ച് കണ്ണുകൾ വാക്കുകൾക്ക് മുമ്പ് താൽപ്പര്യം വെളിപ്പെടുത്തുന്നു. യഥാർത്ഥ ആകർഷണം ആരംഭിക്കുന്നത് സ്പർശനത്തിലൂടെയല്ല, നിരീക്ഷണത്തിലൂടെയാണ്. നിർബന്ധിത ശ്രദ്ധബന്ധം തകർക്കുന്നു. തീവ്രതക്കല്ല, സൂക്ഷ്മതക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ലളിതമായി പറഞ്ഞാൽ, ശ്രദ്ധ ആവശ്യപ്പെടുന്നതല്ല, ബഹുമാനത്തോടെയുള്ളതായി തോന്നുമ്പോഴാണ് ആകർഷണം വളരുന്നത്. അടുത്തതായി, കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ
തിരിച്ചടികൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നോക്കാം. വിപരീത ഫലത്തെക്കുറിച്ച് ശാസ്ത്രം മുന്നറിയിപ്പ് നൽകുന്നു. അമിതമായ നേത്രസമ്പർക്കം ഭീഷണിപ്പെടുത്തുന്നതായോ അസ്വസ്ഥതയോ ആക്രമണാത്മകമായോ അനുഭവപ്പെടാം. പ്രത്യേകിച്ച് ആ സമ്പർക്കം രൂക്ഷമാണെങ്കിൽ, വികാരരഹിതമാണെങ്കിൽ അല്ലെങ്കിൽ നിർബന്ധിതമാണെങ്കിൽ. ആരോഗ്യകരമായ ആകർഷണത്തിന് സന്തുലിതാവസ്ഥ ആവശ്യമാണ്. കണ്ണിൽ നോക്കുന്നത് ഒരു ക്ഷണമായി തോന്നണം, മറിച്ച് ചോദ്യം ചെയ്യലായല്ല തോന്നേണ്ടത്. അടുത്തതായി, നോട്ടത്തിന്റെ യഥാർത്ഥ രഹസ്യം. നേത്രസമ്പർക്കത്തിന്റെ യഥാർത്ഥ ശക്തി സാങ്കേതികതയല്ല, അത് സാന്നിധ്യമാണ്. ഒരാൾ ശാന്തതയിലായിരിക്കുമ്പോൾ, വൈകാരികമായി അവബോധമുള്ളവനായിരിക്കുമ്പോൾ, ആത്മാർത്ഥമായി ശ്രദ്ധാലുവായിരിക്കുമ്പോൾ, ഹ്രസ്വമായ നേത്രസമ്പർക്കം പോലും അർത്ഥവത്തായി തോന്നുന്നു. ആരെങ്കിലും ഉത്കണ്ഠാകുലനാകുകയോ ശക്തിപ്രകടനം കാഴ്ചവെക്കുകയോ ചെയ്യുമ്പോൾ ദീർഘനേരം നേത്രസമ്പർക്കം പുലർത്തുന്നതുപോലും ശൂന്യമായി തോന്നുന്നു. ആകർഷണം യഥാർത്ഥ ശ്രദ്ധയോട് പ്രതികരിക്കുന്നു. അതുകൊണ്ട് അടുത്ത തവണ നേത്രസമ്പർക്കം ശക്തമാണെന്ന് തോന്നുമ്പോൾ ഓർക്കുക, അത് ആകസ്മികമല്ല. നിങ്ങളുടെ മസ്തിഷ്കം പ്രതികരിക്കുകയാണ്. നിങ്ങളുടെ വികാരങ്ങൾ ഒരുമിച്ച് ചേരുകയാണ്. പുരാതന ജ്ഞാനം ഈ നിശബ്ദ ഭാഷ ഇതിനകം മനസ്സിലാക്കിയിരുന്നു. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇന്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.